എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രമേശൻ നായർ അദ്ദേഹത്തിൻ്റെ പറമ്പും കാര്യങ്ങളൊക്കെ അവർക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അദ്ദേഹത്തിന് ഏക്കർ കണക്കിന് സ്ഥലമാണ് കേട്ടുള്ളത്. റബ്ബർ തോട്ടവും അതുപോലെ തന്നെ കമുകിൻ തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. റബ്ബർ തോട്ടത്തിലൊന്നും ഇപ്പോൾ ടാപ്പിങ്ങിനൊന്നും ആരും ഇല്ലാതെ വെറുതെ അങ്ങനെ ഇട്ടിരിക്കുകയാണ്, നോക്കാൻ ആളില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അങ്ങളൊരു ജന്മിയാണല്ലേന്ന്. ജന്മിയൊക്കെ ആയിരുന്നു, കുറേ സ്ഥലം ഉണ്ടായിരുന്നു ഏക്കർ കണക്കിന്, കുറേ ഞാൻ വിറ്റു, അതുപോലെ തന്നെ മകനാണെങ്കിലും കുറേ വിറ്റ് തൊലച്ചു എന്ന് പറയാണ്. ഇനിയിപ്പോൾ കിളിമാനൂർ ടൗണിൽ 12 കടമുറികളുണ്ട്, അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് എന്ന് പറയാം. അപ്പം മനു ചോദിക്കുന്നുണ്ട്, ഈ പൈസയൊക്കെ എങ്കിൽ എവിടെ കൊണ്ടുവയ്ക്കുന്നതെന്ന്. കുറേയൊക്കെ ബാങ്കിലിടും, ആവശ്യത്തിന് എടുക്കും, ബാക്കി അവിടെ തന്നെ കിടക്കും എന്നൊക്കെയാട്ടോ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊക്കെ സമ്പാദിച്ച് കൂട്ടിയപ്പോൾ വലിയ സന്തോഷമായിരുന്നു, പക്ഷേ അതിലൊന്നും കാര്യമില്ല, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല. മനസ്സമാധാനം ഉണ്ടോ? അതും ഇല്ല എന്ന് പറയൂ കേട്ടോ. അപ്പം മനു പറയുന്നുണ്ടായിരുന്നു, ചിലരങ്ങനെയാണ് ഉള്ളത്, ഇപ്പോഴും ഇങ്ങനെ ഒന്നിനും ചിലവാക്കില്ല, നല്ല ഭക്ഷണം കഴിക്കാനോ സ്ഥലങ്ങൾ കാണാനോ ഒന്നിനും ചിലവാക്കാതെ അതെല്ലാം കൂട്ടി വെച്ച് ഇങ്ങനെ പിച്ചക്കാരെ പോലെ മരിക്കേണ്ടി വന്ന ഒരുപാട് ആളുകളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ രമേശൻ നായർ പറയുന്നുണ്ട്, എന്നെ ഗണത്തിൽ പെടുത്തേണ്ട, ഞാൻ എൻ്റെ കാലത്ത് നല്ലതുപോലെ തന്നെയാണ് ജീവിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അവർ യാത്രയ്ക്ക് പറഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് രമേശൻ നായർ പറയുന്നുണ്ടായിരുന്നു, ഇനിയും വരണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ എന്നറിയില്ല, മോള് കഞ്ഞി കോരി കൊടുത്തപ്പോൾ അവനാണെങ്കിൽ ഛർദ്ദിക്കൊന്നും ചെയ്തില്ല, ഇപ്പം നല്ല ഉറക്കത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് എന്തായാലും രേവതിക്കുട്ടി മുത്തശ്ശനോട് യാത്രയൊക്കെ പറഞ്ഞ് അവരവിടുന്ന് പോകും കേട്ടോ. പിന്നീട് ഹരീനെയും രോഹിത്തിനെയാണ് കാണിക്കുന്നത്. രോഹിത് ഹരീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അവന്മാരൊക്കെ എവിടെ പോയി കിടക്കുകയാണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളാണെങ്കിൽ മിലിറ്ററി കുപ്പി വാങ്ങിക്കാൻ പോയതാണ്, ഒരാൾ ടച്ചിങ്സ് വാങ്ങിക്കാൻ പോയതാണെന്നൊക്കെയാണ് കേട്ടോ ഹരി പറയുന്നത്. എന്നിട്ട് പിന്നീട് രോഹിത് പറയുന്നുണ്ടായിരുന്നു, 4 ആൾ കൂടുന്നിടത്ത് പാമ്പ് ചാവില്ല എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് എന്ന്. അപ്പോൾ ഹരി പറയും, പഴഞ്ചൊല്ലൊക്കെ ഇപ്പോൾ എക്സ്പയറി ആയിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. പിന്നീട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്, ഇപ്പോഴും അലീന തന്നെയാണോ വീട്ടിലെ രാജ്ഞി എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ടായിരുന്നു, തെരുവിൽ അലഞ്ഞ് നടക്കുന്ന പട്ടികൾക്കും കോഴികൾക്കൊക്കെ ഇങ്ങനെ വിഷം കൊടുക്കുന്ന ഒരു നാടൻ കലാപരിപാടി ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അത് ഇങ്ങനെ അവളുടെ നേരെ പ്രയോഗിക്കുക വഴിയുള്ളൂ എന്നൊക്കെയാട്ടോ പറയുന്നത്. അപ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു, നീ വെറുതെ ഇങ്ങനെ ആർക്കും ഇല്ലാതെ നശിപ്പിച്ച് കളയല്ലേ, അവൾ ഒന്നാന്തരം പീസാണ്, ഒന്നുമില്ലെങ്കിലും നിൻ്റെ അച്ഛൻ്റെ മകളല്ലേ, നിൻ്റെ പെങ്ങളായിട്ട് വരുള്ളൂ എന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ വെറുതെ അച്ഛൻ പറയുന്നതാണ്, ചില മണ്ടന്മാരത് വിശ്വസിക്കുകയും ചെയ്തു, പക്ഷെ ഞാനത് വിശ്വസിച്ചിട്ടില്ല, അച്ഛൻ്റെ നിലനിൽപ്പിനും നിലപാടിനൊക്കെ വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നതാണെന്നാണ് കേട്ടോ രോഹിത്തിൻ്റെ ഇത് കണ്ടെത്തൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹരി പറയുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും ആവട്ടെ, ഇപ്പോഴും കടപ്പാട്ടൂർ ഇപ്പോഴും ഇങ്ങനെ കലാപം തന്നെയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അതെ, അമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സിന് പോവും, വേറെ വീടെടുത്ത് താമസിക്കും എന്നൊക്കെയാണ് കേട്ടോ രോഹിത് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, ഒന്നും നടക്കാതിരിക്കുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലുമൊക്കെ നടക്കുന്നതാണെന്ന് ഹരിയും പറയുന്നുണ്ട്. പിന്നീട് അപ്പോഴേക്കും അവന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ടച്ചിങ്സും അതുപോലെ തന്നെ കുപ്പിയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരത് കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഒരുത്തൻ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തോ ആ പെണ്ണിൻ്റെ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ശരണ്യയുടെ കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇതുപോലെ ഒരു ദിവസം ഒത്തുകൂടും ആ റബ്ബർ തോട്ടത്തിലുള്ള വീട്ടിലെന്ന് പറയും. അപ്പോൾ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, നീ തെണ്ടിത്തരൊന്നും കാണിക്കരുത് എന്ന്. അപ്പോൾ നിൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത്, ഒന്നിൽ അവളുടെ ബർത്ത്ഡേയുടെ അന്ന് അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഒത്തുകൂടും, അല്ല അതിൽ കൂടുതലൊന്നും ഇല്ല എന്നൊക്കെയാണ് കേട്ടോ ഹരി പറയുന്നത്. എത്ര കാലമായി അവളിങ്ങനെ ആടിനെ പച്ചില കാണിച്ച് ഇങ്ങനെ കൊതിപ്പിക്കുന്ന പോലെ എന്നെ ഇങ്ങനെ ഇതാക്കാൻ തുടങ്ങിയിട്ട്, അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ 1 ലക്ഷമെങ്കിലും ഇപ്പോൾ ചിലവാക്കി കാണും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവൾ വെറുതെ എന്നെ ഇങ്ങനെ സുഖിപ്പിച്ച് നടക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് പറയും, അവൾ ജെനുവിനാണെന്നാണ് തോന്നിയത് കേട്ടോ, അവൾ ജെനുവിന്, അപ്പോൾ അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് ഹരിയുടെ നിലപാട്. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുത്തം പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തായാലും നിൻ്റെ കൂടെ കാണുന്നു പറയൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒത്തുകൂടെ അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടെ നിൽക്കാമെന്ന് പറയുന്നുണ്ട് ഹരിയുടെ. അപ്പോൾ രോഹിത് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അതിലൊരുത്തൻ ചോദിക്കുന്നുണ്ട്, ഇവനെന്താ ഈ രോഹിത് ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ അവൻ്റെ കാര്യം ഞാൻ സെറ്റാക്കിക്കോളാമെന്ന് ഹരി പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് മനു അലീനി എല്ലാവരും തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ ആൻറ്റി എന്നിങ്ങനെ ഗ്രേസമ്മേനോട് പറയൂ കേട്ടോ. വിശക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഗ്രേസമ്മയും പറയുന്നുണ്ട്, അതെ, ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു, എനിക്കിപ്പോൾ വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയേ. അപ്പം അതുപോലെ തന്നെ രേവതിക്കുട്ടിയും പറയുന്നുണ്ട് കേട്ടോ, ഞാനും അത് പറയാനിരിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ മനു അലീനയോട് ചോദിക്കും, വിശക്കുന്ന കാര്യത്തിൽ ഐക്യമുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എന്താ ആരും ഒന്നും പറയാതിരുന്നത്, ഞാൻ ചോദിക്കണോ
വിശക്കുന്നുണ്ടെങ്കിൽ കുട്ടികളാണെങ്കിൽ കരയെങ്കിലും ചെയ്യും, ഇത് അതും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ നീയല്ലേ എനിക്ക് പറഞ്ഞു തരേണ്ടത്, എങ്ങനെ ഇവർക്ക് ആൻറ്റിക്ക് വിശക്കും, അതുപോലെ തന്നെ ഈ അനിയത്തിക്കുട്ടിക്ക് വിശപ്പിൻ്റെ അസുഖമുണ്ട് എന്നൊക്കെ നീയല്ലേ എനിക്ക് പറഞ്ഞു തരേണ്ടതെന്നൊക്കെ അലീനയോട് ചോദിക്കുമ്പോൾ, ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ മനുവേട്ടൻ ഞങ്ങളെ പട്ടിണിക്കിടുമോ അതോ ഇങ്ങനെ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു തരുമോ എന്നൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, പരീക്ഷിക്കുകയായിരുന്നു എന്ന് പറയട്ടോ. ഓ അപ്പം നീ എന്നെ പരീക്ഷിക്കുകയായിരുന്നു അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് മനു പറയുന്നത്, നീയല്ലേ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന്. അപ്പോൾ ഇങ്ങനെ പറയാതെ ചെയ്യുന്നല്ലേ അതിൻ്റെ ശരി, അങ്ങനെ പറയാതെ ചെയ്യുമെന്നും കൂടെ അറിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, ഞാൻ പിന്നെ പറയാതിരുന്നത് ഇങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ആക്രാന്തക്കാരിയാണെന്ന് വിചാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുമ്പോൾ, എന്തോന്നൊക്കെയാണ് ഈ പറയുന്നത്, വിചാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ നിന്ന് തന്നെ തീരുമാനിച്ചിട്ട് പോകണം കേട്ടോ, എന്താ കഴിക്കുന്നതെന്ന്, എല്ലാവരും എന്താ കഴിക്കുന്നതെന്ന്. റെസ്റ്റോറൻറ്റിൽ ചെന്നിരുന്നിട്ട് പിന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ നിൽക്കണ്ടെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും അലീന ചോദിക്കും, അപ്പോൾ അവിടെ എന്തൊക്കെയായി കഴിക്കാനുള്ളതെന്ന് അറിയാതെ എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നതെന്ന്. അപ്പോൾ മനു ഒരു ലിസ്റ്റ് തന്നെ അങ്ങ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കും, മനോട്ടും ശരിക്കും IT ഫീൽഡിൽ തന്നെയാണോ അതോ ഹോട്ടലിൽ സപ്ലയർ ആണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെടി നിഷേധി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രേവതിക്കുട്ടീനെ ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മനു. അത് കഴിഞ്ഞ് പിന്നീട് അവർ റെസ്റ്റോറൻറ്റിലൊക്കെ കയറുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നൊന്നും കാണിക്കുന്നില്ല. പിന്നീട് അവർ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പം മാമച്ചൻ്റെ കാറ് അവിടെ മുറ്റത്തൊന്നും കാണാനില്ല. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, മാമച്ചൻ്റെ കാർ കാണാനില്ലല്ലോ എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ജോസൂട്ടീനോട് ചോദിക്കും കേട്ടോ, മാമച്ചൻ എവിടെയെന്ന് കാറ് കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഇങ്ങനെ ക്ലബിലേക്കാണെന്ന് പറഞ്ഞ് പോയി എന്ന് ജോസൂട്ടി പറയുന്ന സമയത്ത്, നമ്മളില്ലാത്ത സമയത്ത് കള്ള് കുടിക്കാൻ പോയിരിക്കുകയാണെന്ന് ഇങ്ങനെ രേവതിക്കുട്ടി പറയുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, അങ്കിള് 2 പെഗ്ഗൊക്കെ ഇടയ്ക്ക് അടിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ഗ്രേസമ്മയ്ക്കും അതങ്ങ് സമ്മതിക്കുന്നില്ല കേട്ടോ. മുകളിൽ ചെന്നാൽ ഇതൊക്കെ കിട്ടുമെന്നാട്ടോ മനു ചോദിക്കുന്നത്. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു, മുകളിൽ ചെന്നിട്ട് അടിക്കാനുള്ളതും കൂടെ അങ്ങനെ അയാൾ പണ്ടേ അടിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഗ്രേസമ്മ പറയുന്നത്. അങ്ങനെ പിന്നെ അവർ അകത്തേക്ക് പോകാൻ വേണ്ടി ഡോറ് തുറക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അപ്പം മനു ആണെങ്കിലും ഇനി ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു, കാപ്പിയോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോവാം, അകത്തേക്ക് കയറിയിരിക്കും മനു എന്ന് പറയും കേട്ടോ. പിന്നെ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു, ഇനി ഞാൻ പോയിക്കോട്ടെ, ഇത്രയും സമയമായില്ലേ, ഇനിയിപ്പോൾ അങ്കിൾ വന്നിട്ടുണ്ടെങ്കിൽ സംസാരിച്ചിരുന്ന സമയം പോകും, അതുകൊണ്ടാന്ന് പറയും കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അലീന ചേച്ചി പറഞ്ഞാൽ മനുവേട്ടനെ ഇരിക്കുമെന്ന്. അപ്പോൾ അലീന പറയും, ഞാൻ പറയില്ല, എത്ര സമയമായി നമ്മുടെ കൂടെ രാവിലെ വന്നതാണ് ഡ്രൈവറായിട്ട്, ഒരാളെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിനും അതിരില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ മനു ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കും, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടന്നു, ഇനി ഞാൻ പോയിക്കോട്ടെ എന്നാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അല്ല ഞാൻ മനുവേട്ടൻ്റെ സൈഡിൽ നിന്നാണ് സംസാരിച്ചതെന്ന് പറയട്ടെ. എന്തായാലും മനു യാത്രയ്ക്ക് പറഞ്ഞു പോകുമ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ നാളെ വരുമോയെന്ന്. അപ്പോൾ നാളെ വരുമോയെന്ന് നാളെ പറയാമെന്ന് പറഞ്ഞിട്ട് മനു യാത്രയ്ക്ക് പറഞ്ഞു പോകും കേട്ടോ. പിന്നീട് രോഹിത്ത് വീട്ടിലേക്ക് വരികയാണ്. ബീറും എല്ലാം ഇങ്ങനെ കഴിച്ചിട്ടാണല്ലോ വരുന്നത്, അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. വണ്ടിയൊന്നും മര്യാദയ്ക്ക് ഓടിക്കാനും പറ്റുന്നില്ല. എന്തായാലും വണ്ടിയൊക്കെ അവിടെ നിർത്തി എങ്ങനെയൊക്കെയോ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട് കേട്ടോ. കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ഡോറിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആടി ആടിയൊക്കെയാണ് വരുന്നത്. എന്തായാലും കൃഷ്ണമോളാണ് വന്ന് ഡോറ് തുറക്കുന്നത്. അപ്പോൾ അകത്തേക്ക് അങ്ങ് കയറുന്ന സമയത്ത് അവിടെ പടിയുണ്ട്, വാതിലിൻ്റെ പടിയുണ്ട്. അപ്പോൾ അതിലങ്ങ് തട്ടിയിട്ട് വീഴാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോളോട് ചോദിക്കും, ഇവിടെ ആരാടി പടി കൊണ്ടുവച്ചേന്ന്. അപ്പോൾ കൃഷ്ണമോള് കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോൾ പടി അങ്ങ് പണിത് അങ്ങോട്ട് വെച്ചിട്ടേ ഉള്ളൂ, അപ്പോൾ ഞാനവിടെ ഇങ്ങനെ പടി പണിത് വെച്ച കാര്യം ഇങ്ങനെ രോഹിയേട്ടനോട് പറയാൻ മറന്നുപോയി എന്ന് പറയും. അപ്പോൾ രോഹിത്ത്, നീ എന്താടി കളിയാക്കുകയാണോ എന്ന് ചോദിക്കൂട്ടോ. അപ്പോഴേക്കും കൃഷ്ണമോൾക്ക് എന്തോ സ്മെല്ലടിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ മണപ്പിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ചോദിക്കും, രോഹിയേട്ടൻ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ കുടിച്ചിട്ടുണ്ട്, അതിനിപ്പോൾ ഞാൻ ആരുടെ അടിമയൊന്നുമല്ല എന്നൊക്കെ കേട്ടോ പറയുന്നത്. എനിക്ക് ഇങ്ങനെ വയസ്സ് 21 ഇവിടെ എല്ലാവരും അവരുടെ ഓരോരോ ഇഷ്ടത്തിനാണല്ലോ നടക്കുന്നത്, ഇന്നിപ്പോൾ തോന്നിയാസം എൻ്റെതായിക്കോട്ടെ എന്നൊക്കെയാണ് കേട്ടോ കൃഷ്ണമോള് പറയുന്നത്. അപ്പം അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത്, നീ അച്ഛനോട് പറഞ്ഞാൽ എനിക്ക് പുല്ലടി എന്ന് പറയും. അപ്പോഴേക്കും ബബിത അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച്. പിന്നെ പ്രമോ കാണിക്കുന്നുണ്ടായിരുന്നു, ബബിത അങ്ങനെ കൃഷ്ണമോളോട് പറയുന്നുണ്ടായിരുന്നു, അലീന കൃഷ്ണമോൾക്ക് എന്തോ കൈവശം കൊടുത്തു വെച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ കൃഷ്ണമോള് പറയും, എന്നാൽ പിന്നെ ബബിതേച്ചിക്കും കൂടെ കുറച്ച് തരാൻ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ തന്നെ അങ്ങ് കുടിച്ച് അവളുടെ അടിമയായിട്ട് കിടന്നാൽ മതി എന്നൊക്കെയാണ് ബബിത കൃഷ്ണമോളോട് പറയുന്നുണ്ട്. പിന്നീട് ബാലേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട് ബബിത. അലീനയുടെ കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോഴാണ് ഇങ്ങനെ തലയ്ക്ക് മുകളിൽ അലീന എന്നുള്ള പിശാച് കയറിയിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ബാലേന്ദ്രനോട് പറയുന്നത്. ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതെ അത് കേട്ടുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് മനു അലീനെ വിളിച്ചിട്ട് റെഡി ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇങ്ങനെ സാറിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ അലീന മനുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല എന്നൊക്കെയാണ് കേട്ടോ മനു പറയുന്നത്. അവരെവിടേക്ക് പോകാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് കൊല്ലപ്പള്ളിയിലേക്ക് അലീനേനെയും കൊണ്ട് ചെല്ലുന്നുണ്ട് കേട്ടോ മനു.
അലീനയും മനു ഒരുമിച്ച് വരുന്ന കാണുമ്പോൾ തന്നെ കമല ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചത്.